There are three production departments X, Y and Z. The following are the items of overhead for 1 year. Indirect labor X rupees 3000, Y rupees 2000, Z rupees 1000. Rent charges 12,000, repair to plant 3,000, lighting 2,000. The following information is available. Departments X, Y and Z. Floor space square feet 3,000, 2,000, 1,000. Value of plant 20,000, 10,000 and 30,000. Number of light points 40, 30 and 30. Prepare a statement showing the allocation and apportionment of overheads. ക്വസ്റ്റ്യനിൽ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡാറ്റയാണ് തന്നിരിക്കുക. അപ്പോൾ അതിൽ നിന്നും ഓവർഹെഡിൻ്റെ അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും പ്രിപ്പയർ ചെയ്യുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുക. എക്സ്, വൈ, ഇസഡിൻ്റെ ഇൻഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്. ആയതിനാൽ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇൻഡയറക്റ്റ് ലേബറാണ്. അത് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൃത്യമായി തന്നെ ആ സെയിം എമൗണ്ട് അലോട്ട് ചെയ്യുക. ആയതിനാൽ അത് അലോക്കേഷനാണ്. ഇൻഡയറക്റ്റ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിന്, വൈക്ക്, ഇസഡിന് തന്നിരിക്കുന്ന എമൗണ്ട് അതേപോലെ തന്നെ അലോക്കേറ്റ് ചെയ്യുക. തുടർന്ന് റെൻ്റ് ചാർജസ് അത് 12,000 ആണ്. അത് 3 ഡിപ്പാർട്ട്മെൻറ്റിനുമായിട്ട് അനുയോജ്യമായ പ്രപ്പോർഷനിൽ അപ്പോർഷൻ ചെയ്യുക. റെൻ്റ് ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് അത് അപ്പോർഷൻ ചെയ്യേണ്ടത്. ഫ്ലോർ ഏരിയ 3,000, 2,000 ആൻഡ് 1,000 ആണ്. അതിൻ്റെ പ്രപ്പോർഷൻ നമുക്ക് 3:2:1 എന്ന രീതിയിൽ എടുക്കാം. തുടർന്ന് 12,000 റെൻ്റ് ചാർജസ് 12,000നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 3 പോർഷൻ എക്സിന്, 2 പോർഷൻ വൈക്ക്, 1 പോർഷൻ ഇസഡിന് എന്ന ക്രമത്തിൽ അത് അപ്പോർഷൻ ചെയ്യുക. റിപ്പയേഴ്സ് ടു പ്ലാന്റ് റുപ്പീസ് 3,000 ആണ്. അത് പ്ലാന്റിൻ്റെ റിപ്പയർ ആണ്. അത് വാല്യൂ ഓഫ് പ്ലാന്റിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുക. വാല്യൂ ഓഫ് പ്ലാന്റ് തന്നിരിക്കുന്നത് 20,000, 10,000, 30,000 ആണ്. അത് നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിൽ 2:1:3 എന്ന പ്രപ്പോർഷനിൽ എടുക്കാവുന്നതാണ്. ആയതിനാൽ 3,000നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 2 പോർഷൻ എക്സിന്, 1 പോർഷൻ വൈക്ക്, 3 പോർഷൻ ഇസഡിന് അപ്പോർഷൻ ചെയ്യുക. നെക്സ്റ്റ് ലൈറ്റിംഗ് ആണ്. 2,000 ആണ്. അത് അനുയോജ്യമായിട്ടുള്ള അതിൻ്റെ ബേസിസ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. അത് നൽകിയിരിക്കുക 40, 30, 30 ആണ്. അത് 4:3:3 എന്ന പ്രപ്പോർഷനിൽ എടുക്കുക. ആയതിനാൽ 2,000നെ 4+3+3 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ 4 പോർഷൻ എക്സിന്, 3 പോർഷൻ വൈക്ക്, 3 പോർഷൻ ഇസഡിന്. തുടർന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും
കോളത്തിൽ വന്നിരിക്കുന്ന ഫിഗേഴ്സ് ടോട്ടൽ ചെയ്യുക. ആ ടോട്ടലായിരിക്കും ഓവർഹെഡ്സിൻ്റെ അലോക്കേഷൻ്റെയും അപ്പോർഷൻമെൻറ്റിൻ്റെയും ടോട്ടൽ എമൗണ്ടായിട്ട് ആൻസറായിട്ട് ലഭിക്കുക. ഇത് അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. A manufacturing plant has 3 production departments A, B and C and 1 service department T. Various production overheads for the month of May 2005 are given below. Supervision, power, depreciation, factory lighting, factory rent, repairs and maintenance. ഇത് കോമൺ ആയിട്ട് വരുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്, അഥവാ അതിൻ്റെ ഓവർഹെഡാണ്. അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രപ്പോർഷനിൽ അപ്പോർഷൻ ചെയ്യുക. 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനുമായി. തുടർന്ന് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എ, ഡിപ്പാർട്ട്മെൻറ്റ് ബി, ഡിപ്പാർട്ട്മെൻറ്റ് സി, ഡിപ്പാർട്ട്മെൻറ്റ് ടി 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന ഓവർഹെഡ് നൽകിയിട്ടുണ്ട്. അത് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് നൽകിയിരിക്കുക. അതുകൊണ്ട് ആ സെയിം എമൗണ്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അലോക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്പോർഷൻ ചെയ്യുന്നതിനുള്ള ബേസിസാണ് തന്നിരിക്കുക. 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നമ്പർ ഓഫ് വർക്കേഴ്സ്, അതായത് സൂപ്പർവിഷൻ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോർഷൻ ചെയ്യുക. ഫാക്ടറി ലൈറ്റിംഗ്, ഫാക്ടറി റെൻറ്റ് മുതലായവ ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിൽ അപ്പോർഷൻ ചെയ്യുക. ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, വാല്യൂ ഓഫ് മെഷീൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോർഷൻ ചെയ്യുക. പവർ, ഹോഴ്സ് പവർ ഓഫ് മെഷീൻസിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോർഷൻ ചെയ്യുക. തുടർന്ന് ഇതിൻ്റെ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഫോമിലുള്ള പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം അലോക്കേഷൻ്റെയും അപ്പോർഷൻമെൻറ്റിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ മാതൃകയിലായിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതും അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. തന്നിരിക്കുന്ന ബേസിസിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമ്പർ ഓഫ് വർക്കേഴ്സിനെ 5 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 4:5:6:2 എന്ന പ്രപ്പോർഷൻ എടുക്കാവുന്നതാണ്. ഫ്ലോർ ഏരിയയെ 4 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 2:3:4:1 എന്ന പ്രപ്പോർഷൻ എടുക്കാവുന്നതാണ്. വാല്യൂ ഓഫ് മെഷീനെ 10 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 6:8:4:1 എന്ന പ്രപ്പോർഷൻ എടുക്കാവുന്നതാണ്. ഹോഴ്സ് പവർ ഓഫ് മെഷീൻസിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2:2:1
എന്ന പ്രൊപ്പോർഷൻ എടുക്കാവുന്നതാണ്.